നമുക്ക് ലൂസ് കൊടുക്കുകയും ചെയ്യും. ലൂസ് കൊടുക്കാം. എത്ര ആവശ്യം 1 കിലോ മുതൽ നമുക്ക് ലൂസ് കൊടുക്കാം. 1 കിലോ 500 ഗ്രാം മുതൽ തന്നെ നമുക്ക് ലൂസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മളെ വിളിച്ചു പറഞ്ഞാൽ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. എല്ലാത്തിനും വലിയ പ്ലാന്റും വരുന്നുണ്ട്, ചെറിയ പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ കാര്യം പറഞ്ഞാൽ നമ്മളൊരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിത്ത് മുതൽ A to Z സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ വീട്ടിലെത്തിച്ചു അയച്ച കൊറിയർ വഴി എത്തിച്ചും കൊടുക്കും. അപ്പൊ വളക്കടയിൽ ഇവിടെ വന്ന് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല, പ്ലാന്റ് ഒഴിച്ചിട്ടില്ല. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് വീട്ടമ്മമാർ എന്നോട് പറഞ്ഞു വെച്ചാൽ വീട്ടിൽ കൃഷി ചെയ്യുന്നവർ അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്താ വെച്ചാൽ വളങ്ങൾ വാങ്ങുന്നതിനാണ്. കാരണം വളങ്ങൾ അവർക്ക് പോയി വാങ്ങാൻ വേണ്ടി പറ്റുന്നില്ല, തൊട്ടടുത്തൊക്കെ വളക്കടകളില്ല. പിന്നെ അവർക്ക് ആശ്രയിക്കുന്നത് എന്താ വെച്ചാൽ ഓൺലൈനായിട്ട് ആമസോണോ ഫ്ലിപ്കാർട്ടോ വഴിയൊക്കെ. അപ്പൊ ഉദ്ദേശിച്ച വളങ്ങൾ തന്നെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, നല്ല രീതിയിൽ വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മളെ മലപ്പുറം ജില്ലയിൽ അരീക്കോട് ആലുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റൂട്ട്സ് അഗ്രി മാളിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള A to Z സാധനങ്ങളുണ്ട്. വിത്ത് കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട് പ്ലാന്റ്സ്, എല്ലാതരം പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. അപ്പൊ ഇവര് നമുക്ക് ഹോൾസെയിൽ ആയിട്ടും അതേപോലെ റീറ്റെയിൽ ആയിട്ടും നമുക്ക് കൊറിയർ വഴി ഇവര് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ ഇവരെ സർവീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും വലിയ വളക്കടകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. വെച്ചാൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും അതേപോലെ ജൈവ വളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും കീടനാശിനികളും ഫംഗിസൈഡും ടൂൾസും എല്ലാം കിട്ടുന്ന വളക്കടകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ചില വളക്കടകളിലൊക്കെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ സെയിലും ഉണ്ടാവും. പക്ഷെ ഇതുപോലത്തെ ഒരു വളക്കട നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതിൽ വലിയൊരു നഴ്സറി തന്നെ ഉണ്ട് കേട്ടോ. അയച്ച ചെറിയ പ്ലാന്റ്സ് മുതൽ വലിയ കാഴ്ചയുള്ള പ്ലാന്റ്സ് വരെ വിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും അതേപോലെ ഫ്ലവറിംഗ് പ്ലാന്റ് ആണെങ്കിലും അതേപോലെ കൃഷിക്ക് ആവശ്യമായ ഏത് സാധനമാണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ഇവരെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് എടവണ്ണപ്പാറ പോകുന്ന റോഡില് ആലുക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മളെ കൂടെ ഈ സ്ഥാപനത്തിലെ മാനേജർ ആയിട്ടുള്ള ലിജി നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ലിജിനോട് ചോദിച്ചാൽ എന്തൊക്കെ സർവീസാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഗ്രി മാൾ എന്ന് പറയും. അതായത് കൃഷിക്ക് വേണ്ട എന്ത് സാധനങ്ങളും ഒരു കസ്റ്റമർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു കൃഷിക്ക് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു വിത്താണ്. വിത്ത് തൊട്ട് അതൊരു മരമായി തിരിച്ചൊരു കായ് തരുന്ന വരെയുള്ള എല്ലാ സർവീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്ലാന്റ് അടക്കമാണെങ്കിൽ വളങ്ങളൊക്കെ നമ്മൾ ജൈവ രൂപത്തിലും അതേപോലെ രാസരൂപത്തിലുള്ള എല്ലാതരം വളങ്ങളും കൂടെ ഉണ്ട്. അതെ, നമുക്ക് ജൈവവളങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ രാസവളങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കീടനാശിനികള്, കളനാശിനികള്, പിന്നെ ഫംഗിസൈഡ്സ്, നമ്മൾ കുമിൾനാശിനി എന്ന് പറയും. അങ്ങനെ ഒരുപാട് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം കീടനാശിനി ആണെങ്കിലും നല്ല ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്, നല്ല നല്ല കമ്പനീസിന്റെ പ്രൊഡക്റ്റ്. ഉദാഹരണത്തിന് നമ്മൾ സിൻജന്റ, അതുപോലെ തന്നെ ബെയർ, ടാറ്റ റാലീസ്, അങ്ങനെ എല്ലാ കമ്പനീസും അതേപോലെ ഫെർട്ടിലൈസർ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും നേരിടുന്ന ഒരു വിഷയമാണ്. ഒരു നല്ല കമ്പനീന്റെ നമ്മൾ നോക്കുമ്പോൾ പല വളക്കടയിലും അത് കിട്ടാറില്ല. അതെ, നമുക്ക് ഉറപ്പുള്ള അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസിന് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നമ്മളുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നമ്മളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ ഇട്ടിട്ട് നമുക്കൊരു പ്ലാന്റ്സ് ഒരു ഫലം നമ്മുടെ നഴ്സറിയിൽ ഉപയോഗിച്ച് അതിന് റിസൾട്ട് നമുക്ക് കിട്ടിയിട്ട് അതാണ് നമുക്ക് കസ്റ്റമർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് വരുന്നുണ്ട് ഓരോ ക്രോപ്പിന് പ്രത്യേകിച്ച്. അതായത് വിളകൾക്ക് ഏത് വിളക്കാണോ, ഇപ്പം തെങ്ങിനാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതാണ് വാട്ടർ സോലബിൾ ആയിട്ടുള്ളത്. നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ സാധാരണയായിട്ട് നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമുക്കിപ്പോ ബയോ20 പോലത്തെ ഒമെക്സ് കമ്പനിയുടെ അറിയാം ഇറക്കുമതിയാണ്, ഇംഗ്ലണ്ട് ബേസ്ഡ് കമ്പനി. ബയോ20 ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നത്. അപ്പൊ അധികം ആൾക്കാരും പറയുന്നുണ്ട് ആ ലിറ്ററിന്റെ ബോട്ടിൽ വാങ്ങാൻ ബുദ്ധിമുട്ട്. ഇത് നമുക്ക് ലൂസ് ആയിട്ട് കൊടുക്കാം. അതെ, നമ്മളിപ്പോ ഒമെക്സിന്റെ ബയോ20 ആണെങ്കിൽ നമ്മൾ ലൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൺലൈനാണ് അധികം കസ്റ്റമേഴ്സ് ഇതിന് എൻക്വയറി വരുന്നത്. കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. നമ്മളിവിടെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒമാക്സിന്റെ നമ്മളെ ആൽബർട്ട് സൊല്യൂഷൻ ഇതേപോലെ ലൂസ് ആയിട്ട് കൊടുക്കും. കസ്റ്റമറിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് 25 kg ബാഗാണ് വരുന്നത്. ഇവിടെയുള്ള എല്ലാതരം വളങ്ങളും കൊറിയർ ആയിട്ട് അയച്ചു. എല്ലാതരം വളങ്ങളും നമ്മൾ ഓൺലൈൻ സർവീസ് ആണെന്നുള്ളതിൽ ഒരു ടീം തന്നെ. പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്, ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മൾ കൊറിയർ ചെയ്തിട്ടില്ല ഇതുവരെ. ആവശ്യമുള്ളവര് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാണ് പറയാറ്. പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇവിടെ തൊട്ടടുത്തുള്ള അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം
കൊറിയർ അയക്കുന്ന സമയത്ത് അവർക്കിപ്പം 1 ലിറ്റർ ആവശ്യമില്ലാത്ത കസ്റ്റമർക്ക് 100 മില്ലി ആണെങ്കിൽ അതും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 100 മില്ലി അതാണ് എല്ലാവർക്കും ആവശ്യം. നമ്മൾ കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതെ അതെ 100 മില്ലി നമ്മൾ ലൂസ് ആക്കിയിട്ട് എടുത്തു കൊടുക്കുന്നതായിരിക്കും. ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡിന്റെയും കീടനാശിനികൾ ഉണ്ടല്ലേ ഇവിടെ? അതെ അതെ, നമുക്കിപ്പോ മനുഷ്യർക്ക് അസുഖം വരുന്ന പോലെ തന്നെ നമ്മൾ പ്ലാന്റ്സിന് ഏത് അസുഖം വന്നു കഴിഞ്ഞാലും അത് ട്രീറ്റ് ചെയ്യാനുള്ള മരുന്ന് നമ്മളെ കയ്യിലുണ്ടാവും. അപ്പം നമ്മളെ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി, അപ്പൊ നമുക്ക് അതിന്റെ സൊല്യൂഷൻ നമുക്ക് തന്നെ പറഞ്ഞുതരാൻ പറ്റും. ഇതിപ്പോ ഈ സ്പ്രേയർ ഒക്കെ എങ്ങനെയാണ് വരുന്നത്? എത്ര ലിറ്ററിന്റെ ഈ സ്പ്രേയർ? ഇത് നമുക്ക് 3 ലിറ്ററിന്റെ സ്പ്രേയർ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് സ്പ്രേയർ വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതെ അതെ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് നമുക്ക് ഇതില് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് മരുന്നുകൾ ഒഴിച്ചു കൊടുക്കാം. ഇതിലൂടെ മേലെ കൂടി നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലൂടെ തന്നെ നമുക്ക് അതെ അതെ, ഇവിടെ തുറന്നിട്ട് നമ്മളിതില് വെള്ളം ചേർക്കാം. വെള്ളത്തിൽ ഈ മരുന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകും. ഇത് 350 രൂപയെ നമുക്ക് വരുന്നുള്ളൂ. 350. അതെ അതെ, ഒരു വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ വലിയ കർഷകർക്കൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതെ, കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും നമ്മള്. പിന്നെ ഇതിലൊരു പമ്പ് ചെയ്യാൻ വേണ്ട, അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോവുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി വരുന്നുണ്ട്. ഇതിപ്പോ സ്പ്രേയർ നമ്മളിപ്പോ ഈ 2 ലിറ്ററിന്റെ 3 ലിറ്ററിന്റെ അല്ലാതെ വലിയ സ്പ്രേയർ ഒക്കെ ഉണ്ട്. അതെ, വലിയ സ്പ്രേയർ അവിടെയാണുള്ളത്. നമുക്കിപ്പോ 3 മുതൽ ഒരു 16 ലിറ്റർ വരെയുള്ള സ്പ്രേയർ ഒക്കെ ഇനി അതിൽ കൂടുതൽ ഉണ്ടെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കിസാന്റെ സ്പ്രേയർ ആണ്. 5 ലിറ്ററിന്റെ അല്ലേ? 5 ലിറ്റർ 7 ലിറ്റർ. അതെ അതെ. പിന്നെ നമുക്ക് വീട്ടിലേക്കൊക്കെ ഉള്ള ആവശ്യമാണെങ്കിൽ നമുക്ക് ഇത്രയും വലിയ സ്പ്രേയർ ആവശ്യം ഉണ്ടാവില്ല. ചെറിയ തോതിലൊക്കെ കൃഷി ചെയ്യുന്നത്. അതെ, 2 ലിറ്ററിന്റെ സ്പ്രേയർ ഉണ്ട്. ഇതാണ് വരുന്നത്. നമ്മളിപ്പോ വീട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ആകെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്പ്രേയർ ആണ്. ഇതെടുത്താൽ മതി. അതെ, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കും ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതെ അതെ. നമുക്ക് ഇതിലും വലുത് 16 ലിറ്റർ വരെ, 12, 8 അതുപോലെ തന്നെ 16 ലിറ്റർ വരെയുള്ള സ്പ്രേയർ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ സ്റ്റോക്ക് 16 ലിറ്റർ വരെ ഉണ്ട്. ഇനി അതിൽ കൂടുതൽ ഉണ്ടെങ്കിലും നമുക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അവിടെയാണ്. ഇതാണല്ലേ 16 ലിറ്ററിന്റെ സ്പ്രേയർ എന്ന് പറഞ്ഞാൽ? അതെ അതെ. നമുക്ക് സ്പ്രേയർ ഇപ്പൊ 12 ലിറ്റർ 16 ലിറ്റർ ഒക്കെ വരുന്നുണ്ട്. അതിൽ തന്നെ 12 ലിറ്ററിൽ ഒരു ഫെസിലിറ്റി ഉള്ളത് 2-in-1 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അതായത് അതെ 2-in-1. അതായത് മാനുവലും ആണ് ഇലക്ട്രിക്കും ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ മാനുവൽ മാത്രം വരുന്നുണ്ട്. ഇപ്പൊ 12 ലിറ്ററിലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് മാത്രമായിട്ട് വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കർഷകനൊക്കെ ആണെങ്കിൽ കുറെ നനയ്ക്കാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മൈക്രോന്യൂട്രിയൻസ് ഏതൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? മൈക്രോന്യൂട്രിയൻസിന്റെ ശരിക്കും പറഞ്ഞ ഒരു ലോകം തന്നെ ഉണ്ട്. അത്യാവശ്യം എല്ലാ പ്ലാന്റ്സിനും ആവശ്യമുള്ള, അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് കോക്കനട്ടിനാണെങ്കിലും അരീക്കനട്ട്, അതുപോലെ തന്നെ ബനാന സ്പെഷ്യൽ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാത്തിനും വരുന്നുണ്ട്. ജൈവ രൂപത്തിലാണെങ്കിൽ രാസരൂപത്തിൽ 2 രീതിയിലുള്ളതും ഉണ്ട്. അതെ, വരുന്നുണ്ട്. അതിലിപ്പോ നമുക്ക് ഇത് ഒമെക്സിന്റെ ആൽബർട്ട് സൊല്യൂഷൻ ആണ്. എൻക്വയറീസ് ഉള്ള ഒരു പ്രൊഡക്റ്റ്. അതെ അതെ അതെ. ഇതാണെങ്കിൽ ഇംഗ്ലണ്ട് ആണ്, ഇമ്പോർട്ടഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ലൂസ് ആയിട്ട് കൊടുക്കുന്നല്ലോ. അതെ, ഇത് 1 kg പാക്കിംഗ് ആണ് വരുന്നത്. നമുക്ക് 25 kg ചാക്ക് വരെ നമ്മൾ ഇവിടുന്ന്. അതേപോലെ തന്നെ അതിൽ കുറവ് ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് ആയിട്ടും. അതെ, നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇടുക്കിയിലൊക്കെ. അവർക്ക് 25 കിലോന്റെ ബാഗ് ആണ് കൊണ്ടുപോകുന്നത്. അതെ, 25 കിലോ ബാഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇതിൽ 1 കിലോന്റെ കുറവ് ഇപ്പൊ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് വേണ്ടി വരില്ല. അപ്പൊ അവർക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കൂലേ? അതെ, അതിനനുസരിച്ച് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഇത് അൾട്രാബി എന്ന് പറയും. അതെ അതെ, വാഴ കർഷകർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. ഇവിടുന്ന് നമുക്ക് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഗ്രോത്ത് പ്രൊമോട്ടർ ആണോ? അതെ അതെ, PGPR ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത് LCM രാസി എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ്. ഇത് നമുക്ക് നോക്കിയാൽ ഇതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ, ഇതൊക്കെ 1 കിലോ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് ചെറിയ ആവശ്യത്തിനൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ജൈവമാണോ? ഇത് ഓർഗാനിക് മിനറൽ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടുന്ന് എത്ര സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു സാധനമാണ് കോക്കനട്ട് സ്പെഷ്യൽ എന്ന് പറയും. അതെ, കോക്കനട്ട് സ്പെഷ്യൽ. ഇത് 1 kg പാക്കിംഗ് ആണ്. നമുക്ക് 1 kg അല്ലാതെ 5 kg വരുന്നുണ്ട്, 10 കിലോ വരുന്നുണ്ട്. കൂടുതലായിട്ട് ആവശ്യമുള്ള കർഷകർക്ക് അതിനനുസരിച്ചുള്ള ബാഗ് വരുന്നുണ്ട്. അതെ അതെ, ഇതില് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ 1 കിലോ നമുക്കിപ്പോ വീട്ടിലൊക്കെ ആണെങ്കിൽ 2 തെങ്ങ് 4 തെങ്ങുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് പാക്ക് കൊടുത്താൽ മതി. നേരെ മറിച്ച് നമുക്ക് വലിയ കർഷകരാണ്, ഇപ്പം തെങ്ങും തോട്ടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക്
വലിയ 50 കിലോന്റെ ചാക്ക് വരെ നമ്മളിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് എത്ര കാലയളവിലാണ് ഇപ്പൊ വീട്ടിലുള്ള വീട്ടമ്മമാർക്കൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പൊ നമ്മൾ എത്ര കാലയളവിലാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്? ഇത് നമുക്ക് വർഷത്തിൽ ഒരു തവണ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മതിയില്ലേ? വർഷത്തിൽ ഒരു തവണ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അത് നമ്മള് വർഷത്തിൽ നമ്മള് തെങ്ങ് തടം തുറക്കുന്ന ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു കോക്കനട്ട് സ്പെഷ്യലിന്റെ ഗുണനിലവാരം കൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ തെങ്ങിന് 500 ഗ്രാം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത്ര ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ ചാക്കണക്കിനാണ് നമ്മൾ വളർത്തി കൊടുക്കുക. അപ്പൊ നമുക്ക് 500 ഗ്രാം മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ കൂടാതെ ഇത് ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ എന്തായാലും റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് കസ്റ്റമേഴ്സ് അടുത്ത വർഷവും ഇത് എന്തായാലും വീണ്ടും. പിന്നെ നമുക്കിത് തെങ്ങിന് മാത്രമല്ല, നമ്മൾ കവുങ്ങിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജാതി അതെ ജാതിക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും വരുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇപ്പൊ ഒരു കിലോന് ഇത് നമുക്ക് 150 രൂപ വരുന്നുള്ളൂ. ഒരു കിലോന് 150 രൂപ. അതായത് ഒരു കിലോ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 2 തെങ്ങിന് ഇട്ട് കൊടുക്കാം. നമുക്ക് 5 കിലോന്റെ പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. 5 കിലോനാകുമ്പോ എത്ര? 650 രൂപ. അത് ഇപ്പോഴത്തെ വിലയാണ് 650 രൂപ. കാരണം ഇപ്പോ അധികമുള്ള എൻക്വയറി കാരണവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം കൊടുത്തിരുന്ന റേറ്റിൽ നിന്ന് ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ റേറ്റ് കൂടിയതാണ്. അതിന്റെ ഒരു റിസൾട്ട് കൊണ്ട് തന്നെ നിറയെ ആൾക്കാർ വന്നിട്ട് വാങ്ങി. അതേപോലെ എല്ലാരും ചോദിക്കുന്നതാണ് നമ്മളെ ടാറ്റ കമ്പനിന്റെ മൈക്രോന്യൂട്രിയൻസ് ഉണ്ടോ എന്നുള്ളത്. അതുണ്ടോ ഇവിടെ സ്റ്റോക്കില്ലേ? നമുക്ക് ടാറ്റയുടെ ട്രേസിൽ വരുന്നുണ്ട് മൈക്രോന്യൂട്രിയൻസ് ആയിട്ട്. അതുപോലെ തന്നെ ടാറ്റയുടെ സർപ്ലസ്, ഇതൊക്കെ നല്ല ഒരുവിധം നല്ല ഇത് ലിക്വിഡ് ആണ്. ഇത് നമുക്ക് ട്രേസർ എന്ന് പറയും. ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം നല്ല റിസൾട്ട് ഉള്ള സാധനമാണ്. പിന്നെ നമുക്ക് ചെറിയ പൂന്തോട്ടമൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ നമുക്കിതാ ഫ്ലവർ, ഇത് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് കൊടുക്കുന്നതാണ്. അതെ, ഫോളിയർ ആണ് വരുന്നത്. പിന്നെ ഇത് വെജിറ്റബിൾസിന് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട്, വെജിറ്റബിൾസിന് വരുന്നുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സിനും കൊടുക്കാനാണ്. ഇതൊക്കെ നന്നായിട്ട് പുഷ്പിക്കാനുള്ളതാണ് ചെടികള്. റോസ് റേറ്റ് വരുന്നത് ഇത് 100 രൂപ വരുന്നുള്ളൂ. 100 രൂപ വരുന്നുള്ളൂ. ഇതിപ്പം നമുക്ക് മൈക്രോന്യൂട്രിയൻസ് ആണ് വരുന്നത് ഈ കാറ്റഗറി മുഴുവൻ. ഒട്ടുമിക്ക എല്ലാ ക്രോപ്പിനും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തെങ്ങിന്, കവുങ്ങിന്, പച്ചക്കറികൾക്ക്, ഫ്രൂട്ട്സിന്, എല്ലാത്തിനും സെപ്പറേറ്റ് മൈക്രോന്യൂട്രിയൻസിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ തെങ്ങിനാണെങ്കിൽ എക്സാമ്പിൾ ഇപ്പൊ തെങ്ങിനെടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ 2 തെങ്ങൊക്കെ ഉള്ളവർക്ക് 1 കിലോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 5 കിലോ, ഒരു 10 തെങ്ങുള്ളവർക്കാണെങ്കിൽ നമുക്ക് 5 കിലോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 10 കിലോന്റെ പാക്കിംഗ് വരുന്നുണ്ട്. അത് നമുക്ക് 20 തെങ്ങുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്ന 50 കിലോന്റെ ചാക്കാണ്. അത് നമുക്ക് 100 തെങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾ കൊറിയർ ആയിട്ടോ ഇനി ഇവിടെ വന്നിട്ടോ അവർക്ക് എടുക്കാൻ പറ്റും. അതെ, എടുക്കാൻ പറ്റും. നമുക്ക് ഒരു തെങ്ങിന് 500 ഗ്രാം മാത്രം ഉപയോഗിച്ചാൽ മതി, ഇട്ട് കൊടുത്താൽ മതി. നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് മൊച്ചിങ്ങ കൊഴിച്ചിൽ നിൽക്കും. അതുപോലെ തന്നെ തെങ്ങിന് നല്ല തേങ്ങ ഉണ്ടാവും, കായ്ഫലം കൂടും. നല്ല രീതിയിൽ കായ്ഫലം കൂടും. ഒരു കൊലയിൽ തന്നെ വ്യത്യസ്ത സൈസിലുള്ള തേങ്ങയായിരിക്കും ഉണ്ടാവുക. അതെല്ലാം കൂടി ഒന്ന് ഓക്കെ ആവും ചെയ്യും. പിന്നെ നമുക്ക് അരീക്കനട്ട് സ്പെഷ്യൽ വരുന്നുണ്ട്. അതാണെങ്കിൽ നമുക്ക് 1 കിലോ ഒരു 4 കവുങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ, കവുങ്ങ് കൃഷിക്ക് നന്നായിട്ട് അടക്ക ഉണ്ടാവാനും അതുപോലെ തന്നെ കൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ ഉള്ളതാണ് ഇത്. നമുക്കിപ്പം 250 ഗ്രാം, 200 മുതൽ 250 ഗ്രാം വരെ നമുക്ക് ഒരു കവുങ്ങിന് ഇട്ട് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ ബാഗ് 50 കിലോന്റെ ബാഗ് ഇല്ല, അത് 50 കിലോന്റെ ബാഗ് ഇല്ല. നമുക്ക് മാക്സിമം 10 കിലോ മാത്രമേ വരുന്നുള്ളൂ. 10 കിലോന്റെ വരുന്നുള്ളൂ. 10 കിലോ മാത്രം. 5 കിലോ ഉണ്ട്, 10 കിലോ ഉണ്ട്. അതേപോലെ നമ്മൾ ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നത്, ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർ തന്നെ ചോദിക്കുന്നതാണ് മീല്. സൂപ്പർ മീല്, മൾട്ടി മീല് എന്നൊക്കെ പറയല്ലോ. അപ്പൊ മീല് ഏതൊക്കെയാണ് നിങ്ങളിൽ ഉള്ളത്? നമുക്ക് ആപ്ടെക്കിന്റെ മീല് വരുന്നുണ്ട്, അതുപോലെ ആപ്ടെക്കിന്റെ വരുന്നുണ്ട്. ഇത് ആപ്ടെക് ആണ്. അതുപോലെ തന്നെ കിസാൻ മീൽ വരുന്നുണ്ട്. പിന്നെ ഗോദ്രേജിന്റെ വികാസ് മീൽ ഉണ്ട്. അതെ, 50 കിലോ വരുന്നുണ്ട്. നമുക്ക് ലൂസ് കൊടുക്കുകയും ചെയ്യും. ലൂസ് കൊടുക്കാം. എത്ര ആവശ്യം 1 കിലോ മുതൽ നമുക്ക് ലൂസ് കൊടുക്കാം. 1 കിലോ 500 ഗ്രാം മുതൽ തന്നെ നമുക്ക് ലൂസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മളെ വിളിച്ചു പറഞ്ഞാൽ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും. അതേപോലെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും ഇവിടെ ഉണ്ട് അല്ലേ? അതെ, നമുക്ക് എല്ലാ ടൂൾസും വരുന്നുണ്ട്. ഇതിപ്പം ഒരു സൈഡ് മാത്രമാണ്. ബാക്കി ചെറിയ ടൂൾസ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ടല്ലേ, നമുക്കത് നോക്കാം. ഇതാണ് നമ്മളുടെ ടൂൾസിന്റെ കാറ്റഗറി വരുന്നത്. ഇത്രയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് വരുന്നത്. അതെ, ചെറുത് മുതൽ പ്രൂണിംഗ് കട്ടർ ഒക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. പ്രൂണിംഗ് കട്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും കൂടി വരുന്നുണ്ട്. ചെറിയ ടൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ഇത്രയും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊറിയർ ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. പിന്നെ ഗാർഡനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ വലിയ കട്ടേഴ്സ്, സിസേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഇളക്കാൻ വേണ്ടി കുത്തി ഇളക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം.
ടൂൾസിന്റെ എല്ലാ സെക്ഷനും ഇവിടെ ഉണ്ട്. അതെ അതെ, ഇതൊക്കെ 140 രൂപയെ വരുന്നുള്ളൂ. 140 അല്ലേ? ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതന്നെയാണ് അല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. 140 രൂപയെ വരുന്നുള്ളൂ. അത്രേ വരുന്നുള്ളൂ അല്ലേ? നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. എല്ലാം അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മളെ പെർലൈറ്റ്, അതേപോലെ വെർമിക്കുലേറ്റ് എല്ലായിടത്തും പൗഡർ രൂപത്തിലൊക്കെ കിട്ടും. ഒരു അത്യാവശ്യം ഒരു തടിയുള്ള വെർമിക്കുലേറ്റ് ഒക്കെ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മുടെ അടുത്തുള്ളത് അത്യാവശ്യം വലിയ തടികൾ ഉള്ളത് തന്നെയാണ് നമ്മുടെ അടുത്ത്. ഓക്കെ, എവിടെ ഇതാണ് നമ്മള് ഗാർഡൻ സെക്ഷൻ ആയിട്ട് വരുന്നത്. നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഏരിയ ആണ്. ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗാർഡൻ ഏരിയ വരുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട്. എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. അതെ, എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഇത് നമ്മളിപ്പോ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മള് പ്ലാന്റ്സ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അധികം താമസിയാതെ നമ്മള് കൊറിയർ ചെയ്തു. ഇവിടെ വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് വരുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഇപ്പൊ പാരക്കന്റ് ആണെങ്കിലും മാവിന്റെ ആണെങ്കിലും അത്യാവശ്യം റംബൂട്ടാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എല്ലാത്തിന്റെ വെറൈറ്റി. ഇത് ഏതാ വെറൈറ്റി അടക്കണ്ട്? ഇത് നമ്മള് കാസർഗോഡനാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ ബൾക്കായിട്ട് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന ഒരു ഐറ്റം കൂടിയാണ്. കാസർഗോഡ് അല്ലാതെ വേറെ വെറൈറ്റികളുണ്ടോ? വേറെ നമുക്ക് ഇത് കൂടാതെ മോഹിത് നഗർ, മംഗള അങ്ങനത്തെ 2 ഇതും കൂടി വരുന്നുണ്ട്. അതെ, ഇതൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ്. നമ്മളിപ്പോ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മേടിച്ചു കൊടുക്കാം. 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞ് കായ്ക്കുന്നതാണെങ്കിൽ. ഇത് സപ്പോർട്ടിന്റെ വെറൈറ്റികളാണ്. അതെ, ഇത് സപ്പോർട്ടിന്റെ. ഇതിന് വലിയ പ്ലാന്റുകളുണ്ടോ സപ്പോർട്ടിന്റെ? വരുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. അതുപോലെ മാവിന്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും വലിയ പ്ലാന്റും വരുന്നുണ്ട്, ചെറിയ പ്ലാന്റുകളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കണം. ഇനി തൊട്ടടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കൂല? തൊട്ടടുത്താണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. ഇത് നമ്മള് കായ്ച്ച മരം വരുന്നുണ്ട് ഇവിടെ. ജാതിയാണ്. കായ്ച്ചിട്ടുണ്ട്. നമ്മള് കായ്ച്ചിട്ടുള്ള തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയ തൈയും നമുക്ക് ഇവിടെ കൊടുക്കും. ചെറിയ തൈകളും അവൈലബിൾ ആണല്ലേ? ഇതാണ് നമ്മൾ നേരത്തെ അന്വേഷിച്ച പെർലൈറ്റ്, വെർമിക്കുലേറ്റ് ഒക്കെ. വെർമിക്കുലേറ്റ് അത്യാവശ്യം തടി ഉള്ളതാണല്ലേ? ഓക്കെ, എല്ലാരും പറയുന്നതാണ് പൗഡർ ആണ് കിട്ടാന്നുള്ളത്. ഇത് അത്യാവശ്യം തടി ഉള്ളതാണ്. ഇവിടെ എൻക്വയറി വരുന്ന സമയത്ത് അവര് പറയും മാക്സിമം കുറച്ച് തരി ഉള്ളതാണെങ്കിലേ മേടിക്കുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ സെയിം സാധനമാണ്. പിന്നെ പെർലൈറ്റ് ഇതാണ് വരുന്നത്. ഇതേപോലെ കിലോ ഈ പാക്കറ്റ് അല്ലാതെ നമുക്ക് ലൂസ് ആയിട്ടും ക്വാണ്ടിറ്റി കൊടുക്കാം. നമുക്ക് എത്രയാണോ വേണ്ടത്, ഇവിടുത്തെ ഏത് ഐറ്റവും നമുക്ക് എത്രയാണോ വേണ്ട അത്രയും കുറച്ച് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കും. അതേപോലെ നമ്മള് ഇൻഡോർ പ്ലാന്റ് വെക്കാനൊക്കെ മഡ്ബോൾ ഉണ്ടല്ലേ? അതെ, ക്ലേ ബബിൾസ് വരുന്നുണ്ട്. അത് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് പോട്ട്സ് ആണ് വരുന്നത്. എല്ലാ സൈസിലും ഉള്ളതുണ്ടല്ലേ? അതെ അതെ, എല്ലാ സൈസിലും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് പോട്ടൊക്കെ ഒന്നാമതെന്ന് വെച്ചാൽ അതിനൊന്നും അധികം വെയിറ്റ് വരില്ല. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന അത്രയും കൊറിയർ ചാർജ് വരില്ല. ഇല്ല. നമ്മളിപ്പോ കുറച്ച് പോട്ടൊക്കെ എടുത്ത് അട്ടിക്ക് വെച്ചാൽ വളങ്ങളോ അല്ലെ കീടനാശിനി അങ്ങനെയൊക്കെ വാങ്ങുന്നതാണ്. അതിന്റെ കൂടെ ഇവർക്ക് പോട്ടും കൊടുക്കാൻ പറ്റും. കൊറിയർ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണല്ലേ? ഗ്രോ ബാഗ്, പോട്ട്, എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? ഇൻഡോർ പ്ലാന്റ് വെക്കാനുള്ള പോട്ടുകളും ഉണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ആക്കി വെക്കാറുണ്ട്. അപ്പോ അത് അങ്ങനെ തന്നെ കസ്റ്റമർ വരുന്ന സമയത്ത് കുറച്ചും കൂടി മൂവിംഗ് ഉള്ളതാണ്. സ്റ്റോൺ എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? അതെ, സ്റ്റോൺ എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വിളിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കുന്നതാണ് ചകിരിച്ചോറ് എവിടെ കിട്ടുന്നുള്ളത്. ട്രീറ്റ് ചെയ്തിട്ടുള്ള ചകിരിച്ചോറാണ് ഇത് വരുന്നത്. ഇതും നമ്മൾ ഇങ്ങനെ തന്നെ കൊറിയർ അയച്ചു കൊടുക്കും. ഇത് നമുക്ക് ലൂസ് ആണെങ്കിലും അതേപോലെ എത്ര കിലോനെ വേണ്ട അതിനനുസരിച്ച് എത്രയാണോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയാക്കി കൊടുക്കും. അതുപോലെ വിത്തുകളൊക്കെ അവൈലബിൾ ആണ്. വിത്തുകള് എല്ലാ പച്ചക്കറി വിത്തുകളും ഉണ്ട്. നോക്കിയാൽ തന്നെ അറിയാം. ഇത് നമ്മള് കുറച്ച് മാത്രം ഡിസ്പ്ലേക്ക് വെക്കുന്നതാണ്. ഇതൊക്കെ ഹൈബ്രിഡ് വിത്തുകളല്ലേ? എല്ലാം ഹൈബ്രിഡ് വിത്തുകളാണ് വരുന്നത്. ഇപ്പൊ വരുന്നുണ്ട് മല്ലി, വെണ്ട, അതുപോലെ മത്തൻ, പയറ്, ബീൻസ്, ക്യാപ്സിക്കോ, അങ്ങനെ എല്ലാ വിത്തുകളും. അങ്ങനെ എണ്ണെടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വിത്തുകളും. അപ്പൊ നമ്മള് വളങ്ങളൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ വിത്തുകളും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വിത്ത് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാല് ഈ വിത്ത് എടുത്ത് ചെടിയാവുന്നവരെ വളങ്ങള്, അതുപോലെ തന്നെ അതിന് കൊടുക്കേണ്ട PGPR, പിന്നെ അത് ഒന്ന് കളച്ചുപയോഗിക്കാനുള്ള നമുക്ക് ടൂൾസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ കാര്യം പറഞ്ഞാൽ നമ്മളൊരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വിത്ത് മുതൽ A to Z സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ വീട്ടിൽ എത്തിച്ചു അയച്ച കൊറിയർ വഴി എത്തിച്ചും കൊടുക്കും. ഇപ്പൊ വളക്കടയിൽ ഇവിടെ വന്ന് തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റ് ഒഴിച്ചിട്ടില്ല. അപ്പൊ ഇനി വളങ്ങൾ ഓൺലൈനായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് കൃഷിക്ക് വേണ്ട ഏത് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എത്ര അളവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. അപ്പൊ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഏത് സാധനങ്ങളും നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.
താങ്ക് യു.